എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന കാലഘട്ടങ്ങൾ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഫലം കൈവരാത്ത ദിവസങ്ങൾ, മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും അവ യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം പോലും തോന്നുന്ന സാഹചര്യങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരവും സമയത്തിൻ്റെ മാറ്റവും ചിലപ്പോൾ ഒരാളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. ഇന്നത്തെ ഈ വിശേഷപ്പെട്ട വീഡിയോ അത്തരമൊരു വലിയ മാറ്റത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ തന്നെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങളുടെ ഇഷ്ടദേവതയെ ഓർക്കുക. കാരണം ഇന്ന് പറയാൻ പോകുന്നത് സാധാരണ ഒരു പ്രവചനമല്ല. പലരും വർഷങ്ങളായി കാത്തിരുന്ന മാറ്റങ്ങളുടെ സൂചനയാണ്. സാമ്പത്തികമായി ഉയർച്ച, കുടുംബത്തിൽ സന്തോഷം, ജോലി മേഖലയിൽ പുരോഗതി, മനസ്സിൽ സമാധാനം, കടബാധ്യതകളിൽ നിന്നും മോചനം, ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ എന്നിവയുടെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഭാഗ്യം വരുമ്പോൾ അത് ഒരു ദിവസം കൊണ്ടല്ല എല്ലാം മാറ്റുന്നത്, പക്ഷെ ചില ചെറിയ സംഭവങ്ങൾ വഴി വലിയ മാറ്റങ്ങളുടെ തുടക്കം കുറിക്കാറുണ്ട്. ഒരു ഫോൺ കോൾ, ഒരു ജോലി അവസരം, ഒരു ബിസിനസ് തീരുമാനം, ഒരു നല്ല മനുഷ്യൻ്റെ സഹായം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത ധനലാഭം. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴിയും. അത്തരത്തിൽ ഭാഗ്യത്തിൻ്റെ കിരണങ്ങൾ പതിയാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. മിഥുനമാസം 1-ാം തീയതി വെറുമൊരു മാസപ്പിറവി മാത്രമല്ല, പലരുടെയും ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ പുതിയ അധ്യായം തുറക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. ജ്യോതിഷ വിശ്വാസപ്രകാരം മിഥുനം 1 മുതൽ ചില ഗ്രഹസ്ഥാന മാറ്റങ്ങൾ പലരുടെയും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി, തൊഴിൽ നേട്ടം, കുടുംബ ഐക്യം, മനഃശാന്തി എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുഭവിച്ച തടസ്സങ്ങളും പ്രതിസന്ധികളും പിന്നിലാക്കി പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനുള്ള ശക്തി ഈ സമയത്ത് ലഭിക്കുമെന്നാണ് വിശ്വാസം. ആദ്യമായി പറയേണ്ടത് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ചാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പലരും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എത്ര കഷ്ടപ്പെട്ടാലും കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ, വരുമാനമുണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം. ചിലർക്ക് ജോലി സ്ഥലത്ത് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വന്നിട്ടുണ്ടാകാം. ചിലർ കുടുംബ ഉത്തരവാദിത്തങ്ങളുടെ ഭാരത്തിൽ തളർന്നിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന സാമ്പത്തിക സ്ഥിരതയുടെ ആദ്യ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും. ചെറിയ വരുമാന വർധനവായി തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നീട് വലിയ നേട്ടങ്ങളിലേക്ക് വളരും. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ തെളിയും. അതുപോലെ തന്നെ ഇതുവരെ നീണ്ടുപോയിരുന്ന വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കാൻ കഴിയുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളെ ഒരിക്കൽ അവഗണിച്ചവരും ഇനി നിങ്ങളുടെ നേട്ടങ്ങളെ അംഗീകരിക്കേണ്ട സാഹചര്യം വരും. ഇനി അടുത്തതായി രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ ശക്തമായ അനുഗ്രഹങ്ങളുടെ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. നിങ്ങൾ നടത്തുന്ന ഓരോ ശ്രമവും ക്രമേണ വിജയത്തിലേക്ക് എത്തുന്ന അവസ്ഥയാകും. മുമ്പ് നഷ്ടമെന്ന് കരുതിയ ചില കാര്യങ്ങൾ പോലും ലാഭത്തിലേക്ക് മാറും. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഫലം വൈകിയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ കാത്തിരിപ്പിന് ഒരു അവസാനം വരുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് കടബാധ്യതകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന കാലമാണിത്. ഏറെ കാലമായി മനസ്സിനെ അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യതകൾ ക്രമേണ കുറയും. കുടുംബത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശ പഠനം, ഉന്നത വിദ്യാഭ്യാസം, പുതിയ കോഴ്സുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ തുറക്കപ്പെടാം. വീട്ടിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും ഒരുമ വർദ്ധിക്കുകയും ചെയ്യും. ഇനി അടുത്തതായി മകേരിയം നക്ഷത്രക്കാരുടെ സമയമാണ്. മകേരിയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭാഗ്യം ശക്തമാകുന്നു. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം, പുതിയ കരാറുകൾ എന്നിവ ലഭിക്കാം.
ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ നാളായി കാത്തിരുന്ന അവസരം ലഭിക്കുന്ന സാഹചര്യം കാണുന്നു. അതുപോലെ ഭൂമി, വീട്, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇതുവരെ തടസ്സപ്പെട്ടു കിടന്നിരുന്ന ഇടപാടുകൾ പൂർത്തിയാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പുതിയ വീട് സ്വന്തമാക്കാനുള്ള അവസരവും ലഭിച്ചേക്കാം. ഏറ്റവും പ്രധാനമായി ഒരിക്കൽ നിങ്ങളെ വില കുറച്ച് കണ്ടവരുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ അധ്വാനത്തിന് ഇപ്പോൾ യഥാർത്ഥ ഫലം ലഭിക്കാൻ തുടങ്ങുകയാണ്. ഇനി അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സാമ്പത്തിക ആശ്വാസത്തിന്റെ ഒരു പുതിയ തുടക്കമാണ്. പലരും കഴിഞ്ഞ കാലങ്ങളിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. വരുമാനം കുറഞ്ഞത്, പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നത്, ചില പദ്ധതികൾ പരാജയപ്പെട്ടത് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് മനസ്സ് തളർന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ക്രമേണ ഉയർന്നു വരാനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുന്നു. പുണർദം നക്ഷത്രക്കാർക്ക് ജോലി സ്ഥലത്ത് അംഗീകാരം ലഭിക്കും. നിങ്ങൾ ചെയ്ത അധ്വാനത്തെ മറ്റുള്ളവർ തിരിച്ചറിയും. ചിലർക്ക് ശമ്പള വർധനവും ചിലർക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയന്റുകളെയും പുതിയ വരുമാന മാർഗങ്ങളെയും കണ്ടെത്താൻ സാധിക്കും. സാമ്പത്തികമായി സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്. മനസ്സിൽ ഏറെ നാളായി ഉണ്ടായിരുന്ന ചില ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. ഇനി അടുത്തത് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരാൻ പോകുന്നത് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. പലപ്പോഴും ഭാഗ്യം നമ്മളെ തേടി വരുന്നത് അപ്രതീക്ഷിതമായ വഴികളിലൂടെയാണ്. പൂയം നക്ഷത്രക്കാർക്ക് അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു നിക്ഷേപം വലിയ നേട്ടമായി മാറാം. പുതിയ ബിസിനസ് ആശയം വിജയത്തിലേക്ക് എത്താം. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതകളും ശക്തമാണ്. നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം വർദ്ധിക്കും. ഏറെ കാലമായി ആലോചിച്ചിരുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ എടുക്കുന്ന ഓരോ നല്ല തീരുമാനവും ഭാവിയിലെ വലിയ വിജയങ്ങളുടെ അടിത്തറയായി മാറും. ഇനി അടുത്തതായി ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പലരും കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. ചിലർക്ക് ആരോഗ്യപരമായ അസ്വസ്ഥതകൾ കാരണം ജീവിതത്തിന്റെ സ്വാഭാവിക സന്തോഷങ്ങൾ പോലും അനുഭവിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാകാം. ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടാകാം. മറ്റു ചിലർക്ക് തങ്ങൾ വിശ്വസിച്ച ആളുകളിൽ നിന്ന് തന്നെ നിരാശകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ ഉദിക്കാൻ പോവുകയാണ്. ആരോഗ്യ സംബന്ധമായി നീണ്ടുനിന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ചികിത്സകൾക്ക് നല്ല ഫലം ലഭിക്കും. ശരീരത്തിനും മനസ്സിനും പുതുമയുള്ള ഒരു ഊർജം ലഭിക്കുന്നതായി അനുഭവപ്പെടും. ഇതുവരെ കടം കൊടുത്ത് തിരികെ കിട്ടാതെ വിഷമിച്ചിരുന്ന പണം ചിലർക്കെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങളും അവസരങ്ങളും കടന്നുവരാം. കരിയറിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സമയമാണിത്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരം ലഭിക്കാം. ഇപ്പോഴുള്ള ജോലിയിൽ നിന്ന് തന്നെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. പലപ്പോഴും ജീവിതം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കാണാനാണ്. ആ പരീക്ഷണങ്ങൾ വിജയകരമായി പിന്നിട്ടതിനുള്ള പ്രതിഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തതായി മകം നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. മകം നക്ഷത്രക്കാർക്ക് ഈ സമയം അഭിമാനത്തിന്റെയും അംഗീകാരത്തിന്റെയും കാലഘട്ടമാണ്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയാൻ തുടങ്ങുന്ന സമയം. ഇതുവരെ നിങ്ങളുടെ പരിശ്രമങ്ങളെ ഗൗരവമായി കാണാതിരുന്ന ആളുകൾ പോലും ഇനി നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങളുടെ വാക്കുകൾക്ക് വില വർദ്ധിക്കും. ഒരുപാട് കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ചില ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. ആത്മവിശ്വാസം വളരുകയും തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തതയോടെ എടുക്കാൻ കഴിയുകയും ചെയ്യും. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അകൽച്ചകൾ കുറയും. നല്ല ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. മകം നക്ഷത്രക്കാർക്ക് ഈ സമയം ഒരു പ്രത്യേക അനുഭവം നൽകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ തങ്ങൾ ശരിയായ വഴിയിലാണെന്ന് തോന്നുന്ന ചില സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾ ചെയ്ത നന്മകൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കും. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി മാറാനുള്ള അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ പേരും പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലേക്ക് വളരാൻ സാധ്യതയുണ്ട്. ഇനി പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങളുടെ സാധ്യതകളാണ് കാണുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ഒരു ചെറിയ അവസരങ്ങൾ പോലും വലിയ വിജയത്തിന്റെ തുടക്കമാകാറുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ,
പുതിയ പങ്കാളിത്തങ്ങൾ, പുതിയ വരുമാന സ്രോതസ്സുകൾ എന്നിവ ലഭിക്കാം. നിങ്ങൾ ഏറെ നാളായി ആലോചിച്ചിരുന്ന ചില പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കാൻ അനുയോജ്യമായ സമയമാണ്. സാമ്പത്തികമായി കൂടുതൽ ശക്തരാകാനുള്ള അവസരങ്ങൾ ലഭിക്കും. കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ മാറി സ്ഥിരത കൈവരാൻ തുടങ്ങും. കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഭാവിക്കായി സമ്പാദിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. പൂരം നക്ഷത്രക്കാർക്ക് ഈ സമയം ആത്മവിശ്വാസത്തിന്റെ വളർച്ചയും നൽകും. മുമ്പ് പേടിച്ച് മാറ്റിവെച്ചിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ധൈര്യത്തോടെ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വിജയകരമാകാൻ സാധ്യതയുണ്ട്. ജീവിതം മുന്നോട്ടു പോകുന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിക്കുന്ന ഒരു ഘട്ടമായിരിക്കും ഇത്. അവസാനമായി ഉത്രം നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സമയം സ്ഥിരതയും സമാധാനവും നൽകുന്ന ഒരു കാലഘട്ടമാണ്. ഭൂമി, വീട്, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ഏറെ നാളായി കാത്തിരുന്ന ഒരു ഇടപാട് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും വർദ്ധിക്കും. പലപ്പോഴും പണത്തേക്കാൾ വിലപ്പെട്ടത് മനസ്സമാധാനമാണ്. ആ മനസ്സമാധാനം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ചില പഴയ ആശങ്കകളിൽ നിന്ന് മോചനം ലഭിക്കും. ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ കുറയും. പകരം പ്രതീക്ഷയും ആത്മവിശ്വാസവും വളരും. നിങ്ങൾ നടത്തുന്ന ഓരോ ശ്രമത്തിനും ക്രമേണ നല്ല ഫലങ്ങൾ ലഭിക്കാൻ തുടങ്ങും. ജീവിതം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നതായി വ്യക്തമായി അനുഭവപ്പെടുന്ന സമയമാണിത്. പ്രിയപ്പെട്ടവരെ, ഈ എല്ലാ നക്ഷത്രഫലങ്ങളും കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഗ്രഹങ്ങളുടെ അനുഗ്രഹവും ഭാഗ്യത്തിന്റെ പിന്തുണയും ഉണ്ടാകാം. എന്നാൽ അതിനൊപ്പം നമ്മുടെ ആത്മവിശ്വാസവും പരിശ്രമവും ദൈവവിശ്വാസവും ചേർന്നാൽ മാത്രമേ ജീവിതം യഥാർത്ഥ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. നല്ല സമയം വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ആ നല്ല സമയത്തെ ഏറ്റവും മനോഹരമായി സ്വീകരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷ നിലനിർത്തുക. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യായം എഴുതാൻ പോകുമ്പോഴാണ് നമ്മെ കൂടുതൽ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണങ്ങളുടെ അവസാനം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ദിവസങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുക. നിങ്ങളുടെ പരിശ്രമങ്ങൾ തുടരുക. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. കാരണം ജീവിതത്തിന്റെ അടുത്ത പേജുകളിൽ നിങ്ങൾക്കായി ചില മനോഹരമായ അനുഗ്രഹങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടാകാം. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ, ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.